പറഞ്ഞോ. ചേച്ചി മോളും കേട്ടാ? അല്ല വേണ്ട, ചെവി തരാം. പ്രമുഖ മലയാളം ചലച്ചിത്ര നിർമ്മാതാവിനെതിരെ ബലാത്സംഗ കേസ്. എന്റെ കർത്താവേ, ഇത് എവിടെ നോക്കിയാലും ഇത് തന്നെയാണല്ലോ. മോഡലായ യുവതിയെ സിനിമയിൽ അഭിനയിക്കാൻ അവസരം വാഗ്ദാനം ചെയ്ത് പീഡിപ്പിച്ചു എന്നാണ് പരാതി. ഇതിനൊരു അന്ത്യമില്ലേ? എന്തൊക്കെയാണ് നടക്കുന്നേ? എന്തൊക്കെയാ? ഞാൻ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലൂടെ കടന്നു പോയിട്ടുള്ള ആളാണ്. റേപ്പിന് വിധേയ ഒരു പെൺകുട്ടിക്ക് ഇങ്ങനെ ഒന്ന് പെരുമാറാൻ സാധിക്കുമെന്ന് ഞാൻ കരുതുന്നില്ല. ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് എന്ന് പറയുന്നത് അമ്മയ്ക്കെതിരെയുള്ള റിപ്പോർട്ടല്ല. നിനക്ക് എന്തെങ്കിലും ഒരു കഴിവുണ്ടോ? നിനക്ക് കലാപരമായിട്ടുള്ള കഴിവുണ്ടോ? നിന്നെ 4 പേര് അറിയുമോടാ നാറി. ഒരുമാതിരി എനിക്കിട്ട് കേട്ടണം മറ്റേ വർത്താനം പറഞ്ഞാലുണ്ടല്ലോ. പിന്നെ എങ്ങനെയാണ് അവർ പെരുമാറേണ്ടത്? എന്റെ കൺമുമ്പിൽ എങ്ങനെ വന്ന് നീ പെട്ടുപോയാൽ നിന്നെ ഞാൻ തുപ്പും, ഞാൻ തൂറി എറിയും നിന്നെ. ഇത്രയും വലിയ ഗതികെട്ടവൻ ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടാവും എന്റെ കർത്താവേ. നമ്മുടെ ദേഹം ഈ ദേഹം ആയതുകൊണ്ട് ഇങ്ങനെ ഉപയോഗിക്കപ്പെടുക. ഇതാണ് ഇവിടുത്തെ വ്യവസ്ഥിതി. We are living in a very cruel society. Right after hearing this, and I couldn't imagine it because എനിക്ക് അറിയാം what it feels like to be helpless in such a situation. ഇവിടുത്തെ ക്രമസമാധാന നില ആകെ താറാറിലായിരിക്കുന്നു. നിപ്പച്ചന് മനസ്സിലായില്ലേ? നമ്മുടെ ദേഹം ഈ ദേഹം ആയതുകൊണ്ട് ഇങ്ങനെ ഉപയോഗിക്കപ്പെടുക, എക്സ്പ്ലോയിറ്റ് ചെയ്യപ്പെടുക എന്താണെന്ന് എനിക്ക് അറിയാം. സഹപ്രവർത്തകരിൽ നിന്ന് തന്നെയാണ് ലൈംഗിക പീഡനങ്ങൾ നേരിടേണ്ടി വന്നതെന്നും പാർവതി പറഞ്ഞു. കേസ് കൊടുക്കണം പിള്ളേച്ചാ, പോലീസ് അന്വേഷിക്കട്ടെ. അതെന്താ ഈ നാട്ടിൽ ക്രമസമാധാനമില്ലാതായോ? Have I been sexually harassed by my colleagues? Yeah, I have. തന്റെ ഈ പെണ്ണുങ്ങളെ കാണുമ്പോൾ ഉള്ള പരവേശവും പരാക്രമം ഉണ്ടല്ലോ, അത് ഇന്നോട് അവസാനിപ്പിച്ചോണം. ഇല്ലെങ്കിൽ കൂടും കുടുക്കെടുത്ത് ഞാൻ കോർമാകത്തോട് പറഞ്ഞേക്കും. എന്തോ ചെയ്താ നീ എന്തിനാ ചിരിക്കുന്നേ? But I'm not saying that to അവരെ ഇത് ചെയ്യാനോ കാര്യങ്ങളോ അല്ല. I'm saying that because ഇത് റെഗുലർ ആയിട്ട് നടക്കുന്ന സംഭവമാണ് കേട്ടോ എന്ന് ഞാൻ മറ്റുള്ള സ്ത്രീകളോട് പറയുകയാണ്. ഞാൻ തനിയായിരുന്നു വണ്ടി ഓടിച്ചു പോയിക്കൊണ്ടിരുന്നത്. ആ ലൊക്കേഷനിൽ മണിയമ്പിള്ള രാജചേട്ടനെ എന്റെ കാറെ കയറ്റി വിട്ടു. എനിക്കിന്ന് കുഞ്ഞ് ജനിച്ചു. ഈ കാരണത്താ വേണ്ടാത്തൊന്നും പറയണ്ട, വെറുതെ ആൾക്കാർ എന്നെ സംശയിക്കും. ഞാൻ തനിയായിരുന്നു വണ്ടി ഓടിച്ചു പോയിക്കൊണ്ടിരുന്നത്. എന്തോ ഒരു പണി മണക്കുന്നുണ്ട്. ഇങ്ങനെ കിടന്ന നാശിച്ച നാറി. അവിടെ തൊലിഞ്ഞ ഒരു മോതം വെച്ചോണ്ട് നിന്റെ മോത്ത് ആര് നോക്കൂടാ? ടെമ്പിള്ളാരെങ്ങനെ നോക്കൂ? കലണ്ടർ എന്ന സിനിമയിൽ അഭിനയിക്കാൻ പോയപ്പോ മണിയമ്പിള്ള രാജചേട്ടന്റെ ഭാര്യയായിട്ടാണ് അതിൽ അഭിനയിക്കാൻ പോയത്. ഭയങ്കര ഹോഴ്സ് പവർ വന്ന വരവേണ്ടില്ലേ, പവന്മാർക്ക് സാധനം. ആ ലൊക്കേഷനിൽ മണിയമ്പിള്ള രാജചേട്ടനെ എന്റെ കാറെ കയറ്റി വിട്ടു. സോറി, അറിഞ്ഞോണ്ടല്ല, മനഃപൂർവ്വമല്ലേ. അല്ല മിനു, ഈ ഹസ്ബൻഡ് ഗൾഫിലാണെങ്കിൽ കാര്യങ്ങളൊക്കെ എങ്ങനെ തനിയെ ജീവിക്കും? ഒന്ന് മനസ്സിലാൽ ഈ കലവറ നമുക്കൊരു മണിയറിയാക്കാം. അല്പം മുമ്പ് ഇദ്ദേഹത്തിന്റെ പ്രതികരണം വന്നിരുന്നു. ആരോപണങ്ങളെ ഇനി ധാരാളം വരും. പരമച്ചറ്റ സണ്ടൻ. പല ഉദ്ദേശങ്ങളുള്ളവരുണ്ടാവും, പൈസ അടിക്കാനുള്ളവര്. ഇവിടെ സംഗതി ആ കൊള. ഇനിയുള്ള കാലം വല്ല ഗോതമ്പുണ്ടിൽ നിന്ന് സെൻട്രൽ ജയിലിൽ കിടക്കേണ്ടി വരുന്ന തോന്നണേ. ഇതിനെ അടിച്ചാ മതിയോ? ആശാ തന്നെ പറ. അല്ലെങ്കിൽ മുമ്പ് അവസരങ്ങൾ ചോദിച്ചിട്ട് കൊടുക്കാതിരുന്നവരുടെ ഒക്കെ ഒരു അപ്പൊ പറഞ്ഞ ചാൻസ് കിട്ടാത്തതിന്റെ കലിപ്പ് എന്ന് ഒരു വാക്ക് പറഞ്ഞു. ഞാൻ ഇന്റർവ്യൂ കണ്ടില്ല, എങ്കിലും പറയാണ് എന്തിനാണ് ചാൻസ് കിട്ടാതിരിക്കുമ്പോ കലിപ്പ്? നമുക്ക് ചാൻസ് തരാൻ ആൾക്കാർ റെഡിയാ. ചേട്ടൻ ആ തേവര ശൈലജയുടെ അടുത്തും മഞ്ഞുമൽ ഷാഹിനയുടെ അടുത്തും ഇങ്ങനെയൊക്കെ തന്നെയാണെന്ന് എനിക്ക് അറിയാം. ബെഡ് ഷെയർ ചെയ്യുവാണെങ്കിൽ അതിന് നമ്മൾ റെഡിയല്ലല്ലോ. എന്താ പ്രോബ്ലം? വഴിയിലെങ്ങാനും കമ്പയിൽ തുണി ചുറ്റി വെച്ചാൽ മതി, മണപ്പിച്ച് നോക്കാൻ നടക്കും. പെണ്ണാണോ? വെടിവെച്ച് കൊല്ലണം അപ്പൊ അതിനെ. വെടിക്കെട്ടത്ര പോരാ, എന്നാലും അവസാനം പൊട്ടിയ ഗർഭം കലക്കി ഉഗ്രൻ.